പോലീസുകാരായാലും വെഹിക്കിളായാലും ടാർഗറ്റ് ചെയ്ത് ഞാൻ ഓടുന്ന വണ്ടിയെ പിടിപ്പിക്കുകയും എല്ലാ വണ്ടിയും കറക്റ്റ് സമയത്തല്ലല്ലോ ഓടുന്നത്. വണ്ടി ഓടിച്ച് ഇത്രയും ക്ഷീണിച്ചിരുന്നിട്ട് ഒരു വെള്ളം പോലും തന്നിട്ടില്ല കൺട്രോൾമെന്റ് സ്റ്റേഷനിൽ. ഒരു കാലത്ത് തിരുവനന്തപുരത്തിന്റെ പൊന്നോമന പുത്രി എന്നറിയപ്പെട്ടിരുന്ന മുൻ മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ പ്രിയങ്കരനായ ഭർത്താവ് MLA സച്ചിൻ രണ്ടിൻ്റെയും ചീട്ട് അങ്ങോട്ട് കീറാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. സംശയമുണ്ടോ നിങ്ങൾക്ക്? പ്രിയപ്പെട്ടവരെ, വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ച്, അതായത് ആര്യ രാജേന്ദ്രൻ എന്നു പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകയുടെ പ്രവർത്തികൾ തീരെ ഇഷ്ടം അല്ലാത്ത ആളുകൾ ഒന്ന് ലൈക്ക് അടിച്ച് കാണിച്ചു കൊടുത്തേ. ആര്യ രാജേന്ദ്രൻ മോളെ ഇപ്പോഴും തലയിൽ എടുത്തു വെച്ച് ഡാൻസ് കളിക്കുന്ന ആൾക്കാർക്ക്, ഇഷ്ടമല്ലാത്തവർ മാത്രം ഒന്ന് ലൈക്ക് അടിച്ച് കാണിച്ചു കൊടുത്തേ. ഉറപ്പായിരിക്കും ഏറ്റവും കൂടുതൽ ലൈക്ക് നല്ല രീതിയിൽ ഡിസ്ലൈക്കിനെക്കാട്ടിലും ഈ വീഡിയോയ്ക്ക് കിട്ടും. കാരണം ഒട്ടുമിക്ക ആളുകൾക്കും ഇച്ചിരിയെങ്കിലും ബോധമൊക്കെ ഉണ്ടേ. 21-ാം വയസ്സിൽ ഒരു പെങ്കൊച്ച് മേയറാവുന്നു, അതും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ. നമുക്കൊക്കെ എന്തോരം പ്രതീക്ഷയായിരുന്നു. തിരുവനന്തപുരം സെറ്റ് എന്നായിരുന്നു നമ്മളൊക്കെ കരുതിയിരുന്നത്. എന്നാൽ ഭാര്യയും ഭർത്താവും കൂടെ മുടിപ്പിച്ച് തേച്ച് കഴുകി എന്തായാലും തിരുവനന്തപുരം അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നില്ല, അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ പോയല്ലോ. 50 സീറ്റല്ലേ കൊണ്ടുപോയത്? 50ഓ 30ഓ കൊണ്ടുപോയില്ലേ BJP? അടുത്ത ആള് കയറിയില്ലേ, മേയറായില്ലേ? കൂടുതലൊന്നും പറയണ്ടല്ലോ. ആര്യ രാജേന്ദ്രന്റെ എല്ലാ കഴിവുകളും ആ കുട്ടി നല്ല രീതിയിൽ പ്രകടമാക്കിയത് കൊണ്ട് തന്നെ കോർപ്പറേഷൻ കൊണ്ടുപോയി. സംതൃപ്തിയായല്ലോ ആര്യ രാജേന്ദ്രന്. എന്നാൽ അവിടെ കൊണ്ടും തീർന്നോ? ഇല്ല. ഒരു പാവപ്പെട്ട മനുഷ്യനെ ഇന്നും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഈ സുന്ദരി കില്ലാഡിയായിട്ടുള്ള ആര്യ രാജേന്ദ്രനും അവരുടെ പ്രിയങ്കരനായിട്ടുള്ള ഭർത്താവ് MLA സച്ചിൻ മോനും കൂടെ ചേർന്ന്. ഓർക്കുന്നുണ്ടായിരിക്കും എല്ലാവരും അല്ലേ? ഈ നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയെ പറ്റിയൊന്നും പറയണ്ടല്ലോ അല്ലേ? അറിയാമല്ലോ. ആര്യ രാജേന്ദ്രനും ഭർത്താവും കൂടെയൊക്കെ വീട് എനിക്ക് തോന്നുന്നു വലുതാക്കി കാണും, കാറുകളൊക്കെ എടുത്ത് കൂട്ടിക്കാണും. ഇല്ലെങ്കിൽ പുറത്ത് ബാങ്ക് അക്കൗണ്ടുകൾ സ്വിസ്സിലൊക്കെ കാണും. ചിലപ്പോൾ പിണ്ടുമാമൻ ചിലപ്പോൾ ചെറിയ ചെറിയ പരിപാടികളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. എല്ലാം കൊണ്ടുപോയി കാണും. തിരുവനന്തപുരത്തൊന്നും കാണത്തില്ലടേ. എന്താണെങ്കിലും അതൊക്കെ പോട്ടെ. ഒരു പാവം മനുഷ്യനെ ഇന്നും ഉപദ്രവിക്കുന്ന ആര്യ രാജേന്ദ്ര, നിന്നോടാ എനിക്ക് ചോദിക്കാനുള്ളത്. അല്ലാതെ രാഷ്ട്രീയപരമായിട്ട് നീ അവിടെ മുടിച്ച് നശിപ്പിച്ചതിനകത്തൊന്നും ഞാനൊന്നും ചോദിക്കുന്നില്ല. ഒരു പാവം യദു KSRTC ഡ്രൈവർ, ഒന്നെങ്കിൽ നിന്റെയൊക്കെ ഈ കുന്തളിപ്പ് നിർത്ത്, ആ മനുഷ്യന്റെ ജോലി അങ്ങ് കള. ഇതാ മനുഷ്യന്റെ ജോലി പോയോന്ന് ചോദിച്ചാൽ പോയിട്ടുമില്ല. എന്നാ മനുഷ്യന് പണിയെടുക്കാൻ പറ്റുന്നുണ്ടോ? അതുമില്ല. വേറെ എവിടെയെങ്കിലും പണിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒട്ടി ഇവളുമാര് പണിയെടുപ്പിക്കാനും ഭാര്യയും ഭർത്താവും മര്യാദയ്ക്ക് ആ മനുഷ്യനെ ജീവിക്കാനും വിടുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ആ മനുഷ്യന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നിയമ പോരാട്ടം, കോടതിയോടുള്ളൊരു വിശ്വാസം ആ സാധാരണക്കാരന്, അതിന് കോടതി എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. അതിലെനിക്കൊരു ഇച്ചിരി സമാധാനമുണ്ട്. എന്താണെങ്കിലും ഈ ഒരു വാർത്ത ഞാൻ നിങ്ങളെ കാണിക്കാം. അതിനുശേഷം അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ പല ആളുകളും കാണിച്ചും, അല്ലെങ്കിൽ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം പുള്ളിയോട് ഒരു ഇൻ്റർവ്യൂ വന്നു, ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിനകത്ത് നിങ്ങൾ മിസ്സായിപ്പോയ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് ചൂണ്ടിക്കാണിക്കണം. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ വീണ്ടും ഞാനൊരു കാര്യം പറയുന്നു. അതായത് ഈ മറ്റേ മൂത്ത നേതാക്കന്മാരുണ്ടല്ലോ, വലിയ 10, 80, 90 വയസ്സുള്ള മുതുമൂത്ത നേതാക്കന്മാർ, 70 വയസ്സുള്ളവന്മാർ, നല്ല രീതിയിൽ കൈയിട്ട് വരുന്നവന്മാർ, അവന്മാർ മാത്രമൊന്നും അല്ലടേ. ഈ 21-ാം വയസ്സിൽ എന്തൊക്കെയായിരുന്നു നമ്മുടെയൊക്കെ പ്രതീക്ഷ? ഒന്നുമില്ല. യുവാക്കൾക്കിടയിൽ നിന്ന് വന്നാലും ഒന്നും സംഭവിക്കുന്നില്ല. അതേ കണ്ടല്ലോ, എക്സാമ്പിളാണ് ആര്യ രാജേന്ദ്രൻ. ഇനി ഏതെങ്കിലുമൊക്കെ യുവാക്കളിൽ നിന്ന് നല്ല ആളുകൾ ജനങ്ങളെ നല്ല രീതിയിൽ സേവിക്കണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നാലും നമ്മൾ നമ്മളൊന്ന് പതറും, നമ്മൾ സംശയിക്കും ഇവരൊക്കെ വോട്ട് കൊടുക്കാൻ. കാരണം എക്സാമ്പിളാണ് ആര്യ രാജേന്ദ്രൻ. എക്സാമ്പിൾ, ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ. ഒരു പാവം മനുഷ്യന്റെ ജീവിതം തൊലച്ചവള്, അങ്ങനെ തന്നെ ഞാൻ പറയും. അങ്ങനെ തന്നെ പറയും. ഇല്ലെങ്കിൽ ആ മനുഷ്യൻ തെറി കാണിച്ചു, കൈകൊണ്ടെന്തോ കാണിച്ചു, സോറി എൻ്റെ കൈ അറിയാതെ വന്നിട്ടുണ്ടെങ്കിൽ സോറി, വേറെ പല കൈകളും ഇങ്ങനെ വരും, സോറി. അപ്പം എന്താണെങ്കിലും എന്തൊക്കെയോ കൈകൊണ്ട് കാണിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. തെളിവോ? ആ ബസ്സിൽ ഉണ്ടായിരുന്നു ക്യാമറ, പക്ഷെ ഒന്നിൻ്റെ മെമ്മറി കാർഡ് ഇല്ലടേ. മെമ്മറി കാർഡ് മാത്രം ഇല്ല. ആ വ്യക്തി പറയുന്നുണ്ട് അതിനകത്തുണ്ടായിരുന്ന കണ്ടക്ടർ മുക്കിയതാണെന്ന് ആ ചേട്ടൻ ഇപ്പൊ പറയുന്നുണ്ട്. യദു എല്ലാത്തിലേക്കും അതെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം. അതിന് മുമ്പ് ഈ വാർത്ത, സന്തോഷം തരുന്ന ഈ വാർത്ത നിങ്ങളൊന്ന് കേൾക്ക്, എന്നിട്ട് ബാക്കി.
മുൻ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAയ്ക്കും നോട്ടീസ് അയച്ച തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി. നോട്ടീസ് അയച്ചത് KSRTC ഡ്രൈവർ യദു നൽകിയ പരാതിയിലാണ്. നടുറോഡിൽ KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ ഇരുവരെയും ഒഴിവാക്കിയുള്ള കുറ്റപത്രത്തിനെതിരായ ഹർജിയിലാണ് നോട്ടീസ്. KG കമലേഷാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. കമലേഷ്, ഇരുവരെയും ഒഴിവാക്കുന്നു, സഹോദരനെതിരെ പെറ്റി കേസ് മാത്രം, അതായിരുന്നു ഇതിനു മുൻപ് നമ്മൾ കണ്ടത്. യദുവിൻ്റെ നിയമ പോരാട്ടത്തിലാണിപ്പോൾ നോട്ടീസ് വന്നിരിക്കുന്നത് ഇരുവർക്കുമെതിരെ. വിവരങ്ങൾ എങ്ങനെയാണ്? നിമീൻ, യദു ആ നിയമ പോരാട്ടം തുടരുകയാണ്. വലിയ രീതിയിൽ യദു ആദ്യം തന്നെ പരാതി കൊടുത്തിട്ടും പോലീസ് കേസെടുക്കാതെ കോടതിയുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു ഒടുവിൽ മേയർക്കും ഭർത്താവ് സച്ചിൻ ദേവ് MLAയ്ക്കുമെതിരെ കേസെടുത്ത്. പക്ഷേ പോലീസ് കുറ്റപത്രം കൊടുത്തപ്പോൾ ഇരുവരെയും ഒഴിവാക്കി മേയറുടെ സഹോദരനെ മാത്രം പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു. ആ കുറ്റപത്രം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യദു ഇപ്പോൾ കോടതിയെ സമീപിച്ചത്. മാത്രമല്ല, തനിക്കൊപ്പം അന്ന് ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടറെ കൂടി പ്രതി ചേർക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയും വിവാദമായ സംഭവത്തിൽ ബസ്സിലുണ്ടായിരുന്ന ആ CCTV ദൃശ്യങ്ങൾ, മെമ്മറി കാർഡ് ഉൾപ്പെടെ ഇതുവരെ കാണാതായി. അത് കണ്ടെത്തിയിട്ടില്ല. അത് കണ്ടെത്താൻ പോലും പോലീസിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ തുടക്കം മുതൽ കേസിലെ മെല്ലപ്പോക്ക് ഉൾപ്പെടെ എല്ലാം മേയറുടെ വഴിയെ പോലീസ് അന്വേഷിച്ചു എന്നുള്ളതാണ് യദുവിൻ്റെ പ്രധാന പരാതി. അത് കുറ്റപത്രം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ യദു കൊടുത്ത പരാതിയിൽ ഇരുവർക്കും നോട്ടീസ് അയക്കാൻ കോടതി തീരുമാനിച്ചിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ. ഈ രാഷ്ട്രീയ പ്രവർത്തകരെക്കാട്ടിലും വാല്യൂ നമ്മുടെ നാട്ടിലെ കോടതികൾക്കും ജനങ്ങൾക്കും ഉണ്ടെന്ന് ഈ ഒരു കേസിൽ ഈ ഒരു എന്താണ് മേയർക്കും അവരുടെ ഭർത്താവിനും, തോന്നിവാസം കാണിച്ച മേയറുടെ ഭർത്താവുക്കും, അവർക്ക് രണ്ടുപേർക്കും ശിക്ഷ കിട്ടിയാൽ നമുക്ക് പറയാം ഈ നാട്ടിൽ ഇച്ചിരിയെങ്കിലും വില കോടതിക്കും ജനങ്ങൾക്കും ആണെന്ന്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മുടെ സേവകരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക്, അവർക്ക് അതിന് ശേഷമേ ഉള്ളൂ വില എന്ന് നമുക്ക് പറയാം. ഇല്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം, രാഷ്ട്രീയ പ്രവർത്തകരുടെ നമ്മൾ തന്നെ വോട്ടും കുത്തി ഇമാരെയൊക്കെ കയറ്റിവിട്ടിട്ട് ഇമാരെ നമ്മളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക. ഇനിയുള്ള കാലത്തും അത് തന്നെയാണ് സംഭവിക്കുന്നത്. നമുക്ക് ഉറപ്പിച്ച് അടിവരെ മറ്റേ എഴുതി അങ്ങോട്ട് ഒപ്പിട്ട് മറ്റേ സെറ്റ് ചെയ്ത് വെക്കാം ഉറപ്പായിട്ടും. കാരണം ഇവിടെ ഈ കേസിൽ ആ കണ്ടക്ടറിന്റെ കാര്യം ഈ ചേട്ടൻ ഈ നമ്മുടെ എന്താണ് യദു പറയുന്നുണ്ട്, അവനായിരിക്കാം മുഖ്യത എന്ന് പറയുന്നുണ്ട്. വേണ്ട, ഇത്രയും കാലമായില്ലേ, പോലീസുകാർക്കൊന്ന് കണ്ടുപിടിച്ചൂടെ എവിടെ ആ മെമ്മറി കാർഡ്? ആ മെമ്മറി കാർഡ് കിട്ടിയാൽ യദു പറയുന്ന എല്ലാ കാര്യങ്ങളും, അതായത് മേയറുടെയും ഭർത്താവിൻ്റെയും വണ്ടി ഓടിച്ചവൻ്റെയൊക്കെ ആ ചീട്ട് അങ്ങ് കീറും. കാരണം ഈ മേയറും ഭർത്താവും വളരെ റോങ് ആയിട്ടാണ് വണ്ടി ഓടിച്ച് വന്നതെന്നും അവർ ആ വണ്ടിയുടെ ഫ്രണ്ടിൽ ചവിട്ടി, അതായത് KSRTC ബസ്സിൻ്റെ ഫ്രണ്ടിൽ ചവിട്ടി നിർത്തി അയാളെ വിളിച്ച തെറികളും എല്ലാം ക്യാമറയിൽ റെക്കോർഡറാണ്. പുറത്ത് വന്ന നല്ല വൃത്തിക്ക് പണിപാളും. അതുകൊണ്ട് തന്നെ മുൻ മേയർ മുഖ്യതാണെന്ന് മനസ്സിലാക്കാൻ മറ്റേ LLB ഒക്കെ പഠിച്ച് LLM ഒക്കെ എടുത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവും. പിടികിട്ടിയോ? അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഈ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയെ വെറുത്തത്. മെയിൻ ഒരു കാര്യം, ഈ ഒരു വിഷയത്തിന് ശേഷം വെറുത്തുപോയി. ഒരു പാവം ഇന്നും ആ മനുഷ്യനെ വിടാതെ പിന്തുടർന്ന് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചേ. ആ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. വളരെ പ്രധാനപ്പെട്ട ആ വ്യക്തിയെ അന്ന് ആ ബസ് നിങ്ങൾക്ക് ഓർമ്മ കാണും അന്നത്തെ. ഞാനതാണ് പിന്നെ ആ വീഡിയോ ക്ലിപ്പ് ഒന്നും എടുത്ത് കുത്തി കയറ്റാത്തത്. ഇയാൾ വന്ന ഈ യദു ഓടിച്ചിരുന്ന KSRTC ബസ്സിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോഴത്തേക്ക് ഒരു സീബ്ര ക്രോസ് ആണ്. ആ സീബ്ര ക്രോസിന്റെ ഇപ്പുറത്താണ് യദുവിന്റെ ബസ്. സീബ്ര ക്രോസിന്റെ അപ്പുറേ കൊണ്ടുവന്നാണ് സിനിമാ സ്റ്റൈലിൽ വണ്ടിയൊക്കെ നിർത്തുന്നത്. മേയർക്ക് പിന്നെ എന്ത് തോന്നിയ ദിവസം കാണിക്കാമല്ലോ. മേയറുടെ വണ്ടി ചിലപ്പം എന്താ ഞാൻ പറഞ്ഞ കൂടിപ്പോവും. ആംബുലൻസിന് പോലും വഴി കൊടുക്കേണ്ട വരത്തില്ല മേയർ ആയതുകൊണ്ട്. ആ ഒരു മൂഡായിരിക്കും. മേയർ അത്രയും തിരക്ക് പിടിച്ചു പോവാണല്ലോ ജനങ്ങൾക്ക് അങ്ങ് മറ്റേ ഉണ്ടാക്കി തരാനായിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. തോന്നിവാസ രീതിയിൽ വണ്ടി കൊണ്ടുവന്നിട്ടിട്ട് ആ മനുഷ്യന് ഒരുപാട് തെറിയൊക്കെ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. വണ്ടിക്കകത്ത് കയറി സച്ചിൻ MLA, എന്നിട്ട് ഇവരുടെ ഫോട്ടോ എടുത്തിരുന്ന ഒരു വ്യക്തിയെ, അതിനകത്തുണ്ടായിരുന്ന ഒരു യാത്രക്കാരനോട് പറഞ്ഞു നീ ഡിലീറ്റ് ചെയ്ത് കളയാമെന്ന്. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞതാണോ? അകത്തുണ്ടായിരുന്ന ഒരു യാത്രക്കാരനോട് പോലും ചൂടായി ഈ സച്ചിൻ MLA. അവനൊക്കെയാണ് ഈ MLA നമ്മളെ പരിപ്പിക്കാനായിട്ട് നിൽക്കുന്നവന്മാർ. എത്രയും പെട്ടെന്ന് ഇവനൊക്കെ പോണം. ഇനി ഒരു MLA പോയിട്ട് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവരുത് ഇവനൊക്കെ. പിടികിട്ടിയോ? എൻ്റെ ഒരു ആഗ്രഹം അതാ. എന്താണെങ്കിലും എന്താ ഇനി നമ്മുടെ യദു ആ പാവപ്പെട്ടവന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ചേട്ടാ മദ്യപിക്കാറുണ്ടോ? ഞാൻ അങ്ങനെ മദ്യപിക്കാറൊന്നുമില്ല. പൊതുവേ മദ്യപിക്കാറില്ല എന്നാണ് പറഞ്ഞ് എന്നെ മദ്യപാനിയായിട്ട് മാറ്റി. ഇതൊക്കെ ചെക്ക് ചെയ്തല്ലോ, അവരെല്ലാം ചെക്ക് ചെയ്തു. ആദ്യം മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയി ഊതി പരിശോധന നടത്തിയപ്പോൾ അതിലൊന്ന് നെഗറ്റീവ് കാണിച്ചുകൊണ്ട് അവരെ നേരെ ബ്ലഡ് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അതിൽ നെഗറ്റീവ് കാണിച്ച്
പക്ഷേ അന്നേ ദിവസം ഈ വഴക്ക് കൂടി എൻ്റെ അടുത്ത് 2 പയ്യന്മാരുണ്ടായിരുന്നു. അവർ സംസാരിച്ചപ്പോൾ നല്ല രീതിയിൽ മദ്യത്തിൻ്റെ നാറ്റം ഉണ്ടായിരുന്നു. ഞാൻ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവർ ഇതിൻ്റെ മെഡിക്കൽ എടുക്കാൻ സമ്മതിച്ചില്ല. അവർ മേയറാണെന്ന് പിന്നീട് പറഞ്ഞപ്പോഴാണ് എനിക്കറിയാമെന്നുള്ളത്. നമ്മളറിയുന്നില്ലല്ലോ മേയറാണെന്നുള്ളത്. അതിന് ഞാൻ ചേട്ടനെ കുറ്റം പറയത്തില്ല ചേട്ടാ, അതിന് ചേട്ടനെ കുറ്റം പറയാൻ പറ്റത്തില്ല. സാധാരണക്കാരന് സത്യം പറയാലോ, സാധാരണക്കാരനായിട്ടുള്ളൊരു വ്യക്തിക്ക് നിത്യം ഓരോ ദിവസവും അന്നത്തിന് വേണ്ടി ഓടുന്ന ഒരു വ്യക്തിക്ക് ഇവിടുത്തെ മേയർ ആരാണെന്ന് അറിഞ്ഞിട്ടോ ഇവിടുത്തെ MLA ആരാണെന്ന് അറിഞ്ഞിട്ടോ എന്തിനാ ഇവിടുത്തെ മുഖ്യമന്ത്രി ആരാണെന്ന് പോലും അറിയേണ്ട വല്ല കാര്യമുണ്ടോ? ഇന്നത്തെ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥയിൽ അറിയേണ്ട വല്ല കാര്യമുണ്ടോ? അറിഞ്ഞിട്ട് എന്ത് ഗുണം കിട്ടാനാ? നമുക്ക് ഒരു ഗുണവും കിട്ടത്തില്ല. ആ അറിവിന് വേണ്ടി നമ്മുടെ തലയിൽ നമ്മൾ കളയുന്ന കുറച്ച് സ്ഥലമുണ്ട്, അത് വേസ്റ്റായി പോവും. ഇല്ലെങ്കിൽ ആ അറിവ് നേടാൻ നമ്മൾ കളയുന്ന സമയമുണ്ടല്ലോ, അതൊക്കെ വേസ്റ്റാ സാധാരണക്കാരന്. സത്യം പറഞ്ഞാൽ എന്ത് കാര്യത്തിന് അതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നിട്ട്? ലിറ്ററലി ഞാൻ ചോദിക്കുക, കുറേ ആളുകൾക്ക് ഞാനിപ്പോൾ ഇത് ചോദിക്കുന്നത് കാണുമ്പോൾ എന്നോട് അയ്യേ ഇവനത് ഇങ്ങനെ പറയുന്നത് എന്ന് തോന്നും. എങ്കിലും ഞാൻ ചോദിക്കുക, പ്രിയപ്പെട്ടവരെ, എന്തിനാ ഇതൊക്കെ അറിഞ്ഞിരുന്നിട്ട്? നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ഇവനെ പറ്റിയൊക്കെ? എന്താ നമ്മൾ പരീക്ഷയ്ക്ക് പോയി എഴുതി പാസ്സാവാൻ പോകുന്നു ഇവനെയൊക്കെ പേര് വെച്ചിട്ട്? കുട്ടികൾക്ക് പിന്നെ ആവശ്യമുണ്ട്, അതല്ലാതെ സാധാരണ നിത്യം പൈസ ഉണ്ടാക്കാൻ 500-നും 600-നും വേണ്ടി കിടന്ന് ഓടുന്ന ഒരു വ്യക്തിക്ക് എന്തിനാണ് ഏത് മറ്റവനാ നമ്മുടെ MLA എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു തരാനാ ഇവനൊക്കെ? നമുക്ക് എന്ത് ചെയ്തു തരാനാ? ആ പാവം മനുഷ്യന്റെ അവസ്ഥ അവൻ പറയുന്നത് കേട്ടില്ലേ? അവൻ കള്ളു പോലും കുടിക്കാത്തവനാ, ലാസ്റ്റ് അവനെ കള്ളുകൂടിയാനാക്കി. അവിടെ വഴക്കുണ്ടാക്കാൻ നിന്ന 2 അവന്മാരുണ്ട്, നമ്മുടെ മേയറുടെ കൂടെയുള്ള ടീമായിരുന്നു. അവന്മാരെ ഒന്നും ബ്ലഡ് ടെസ്റ്റ് ചെയ്യിപ്പിക്കത്തില്ല. അയ്യോ, അവന്മാരെ ഒന്നും ടെസ്റ്റ് ചെയ്യാൻ പാടാ, കയറത്തില്ല, സൂചി കയറത്തില്ല. മനസ്സിലായോ? ഈ പാവപ്പെട്ടവന്റെ നെഞ്ചത്തോട്ട് മാത്രമേ കയറത്തുള്ളൂ തൂതിയൊക്കെ. എന്തിന്? അയാൾ ചോദിച്ചു ശരിയാ, എനിക്കറിയാൻ പാടില്ല, ഇത് മേയറാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നേ. പുള്ളിയെ ഞാൻ കുറ്റം പറയത്തില്ല, മനസ്സിലായോ? അല്ല മേയറിന് എന്താ 2 കൊമ്പുണ്ടോ? അല്ല നിങ്ങൾ പറ, മേയറിന് എന്താ 2 കൊമ്പുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. നമ്മളൊക്കെ അടയ്ക്കുന്ന ടാക്സ് കാശിന്ന് ജീവിക്കുന്ന കുറേ എണ്ണം ആഴ്ച അല്ലെങ്കിൽ മാസം വർഷം അങ്ങനെ പറയാം. ഓരോ വർഷം അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴോ പുതിയ കാറുകൾ എടുത്തു. നമ്മുടെ കാശിന് നമ്മളിവിടെ ബസ്സിനാ പോകുന്നത്, അവർക്ക് പോകാം, കാറിലേ പോകത്തുള്ളൂ. ബാക്കി കേൾക്കാം നമുക്ക്. ലൈംഗിക ചൊവ്വയുള്ള ആംഗ്യങ്ങൾ നിങ്ങൾ കാണിച്ചുവെന്ന് മുൻ മേയറും അവരുടെ കുടുംബാംഗങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ്? അത് ലൈംഗിക ചൊവ്വയുള്ള ആംഗ്യം കാണിച്ചെന്ന് അവർ പറയുന്നുള്ള അറിവേ ഉള്ളൂ. അവർ പറഞ്ഞപ്പോഴും ഞാൻ ചോദിക്കുകയാണ് എന്ത് ആംഗ്യമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പം എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു ആംഗ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയണതിന് എനിക്കൊരു മടിയില്ല. ഞാൻ ചെയ്തിട്ടുള്ളത് ഞാൻ പറയും. ലൈംഗിക ചൊവ്വയുള്ള ആംഗ്യം കാണിച്ചെന്ന് ഇവർ പറയുന്നുണ്ട്, പക്ഷെ അതിനുള്ള തെളിവുമില്ല. ഈ മേയർ പറയുന്നതാണ്. ആദ്യം എൻ്റെ അടുത്ത് വണ്ടി ക്രോസിന് കൊണ്ടിട്ടിട്ട് ചോദിച്ചതെന്ന് വെച്ചാൽ റാഷ് ഡ്രൈവിങ്, വണ്ടി തട്ടാൻ വന്നു എന്നാണ് ചോദിച്ചത്. ലൈംഗിക ചൊവ്വ എന്ന് പറയുന്ന വാക്ക് പിന്നീടാണ് വന്നത്. ഓക്കെ, ലൈംഗിക ചൊവ്വ അതല്ലേ പറയാൻ പറ്റുള്ളൂ, പ്രത്യേകിച്ച് മേയർ സ്ത്രീ. അപ്പൊ പിന്നെ നേരെ ലൈംഗികത്തിലോട്ട് പിടിക്കാമല്ലോ. പക്ഷെ തെളിവില്ല, ഒന്നിനും തെളിവില്ല. അല്ല, സത്യം പറഞ്ഞാൽ മേയറിൻ്റെയും ഭർത്താവിൻ്റെയും ആവശ്യമല്ലേ? നിങ്ങളല്ലേ പ്രിയങ്കരിയായിട്ടുള്ള പഴയ മേയറെ ആര്യ രാജേന്ദ്ര, പ്രിയങ്കരനായ MLA കൂട്ടുകാരാ, നിങ്ങളുടെ ആവശ്യമാണ് ആ മെമ്മറി കാർഡ് തപ്പിപ്പിടിച്ചെടുക്കേണ്ടത്. കാരണം അതിനകത്ത് കാണുമല്ലോ ഇവരെന്തെങ്കിലും. പുള്ളി പറയുന്നുണ്ട്, ഇത് തന്നെ പറയുന്നുണ്ട്, പുള്ളിയുടെ തലയ്ക്ക് മേളിലും സൈഡിലും അവിടെ ഇവിടെയൊക്കെ 3-4 ക്യാമറ ഉണ്ടായിരുന്നു. ഏതിനകത്തെങ്കിലും ഇവനിങ്ങനെ വൃത്തികേടെന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ക്യാമറ കാണത്തില്ലേ? അപ്പം അത് കണ്ടുപിടിക്കുക എന്നുള്ളത് നിങ്ങളുടെയല്ലേ, നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ? പ്രിയങ്കരിയായിട്ടുള്ള മുൻ മേയറെ അല്ലെങ്കിൽ പ്രിയങ്കരനായ MLA കൂട്ടുകാരാ, നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ? നിങ്ങൾ കണ്ടുപിടിക്കാൻ പോലീസിനെ അങ്ങോട്ട് കച്ച കെട്ടി ഇറക്കിക്ക്. എന്താ പറ്റാത്തേ? എന്താ അതിനൊരു ത്വര കിട്ടാത്ത നിങ്ങൾക്ക്? അല്ല, ഇതിപ്പോൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ കുറ്റക്കാരനാവുമോ? അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. അതിനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ലേ അത് കണ്ടുപിടിപ്പിക്കാനൊന്നും? ഇവന്റെ ജീവിതം എങ്ങനെയെങ്കിലും കുട്ടിച്ചോറാക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റാ അല്ലേ? കൊള്ളാം, നമുക്ക് ബാക്കി കേൾക്കാവേ, കുറച്ചുണ്ട്. ഇനിയാണ് വരുന്നത് മൊത്തം. തർക്കം കൂടിയപ്പോഴാണ് പിന്നെ അങ്ങനെ ഒരു വാക്ക് പറയുകയും ഞാൻ അന്തം വിട്ട് ചോദിക്കുകയും ചെയ്തു എന്താണ് ആംഗ്യം ഞാൻ കാണിച്ചതെന്നുള്ളത്. വേറെ കോർപ്പറേഷൻ 30 വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. ആ കോർപ്പറേഷൻ ഈ മേയർ കാരണം കുറേ പോയിട്ടുണ്ടായിരുന്നു. 50 സീറ്റോളം BJP പിടിക്കുകയുണ്ടായി. അപ്പോൾ അതിന് ഈ മേയറെ ഈ സ്വഭാവവും കാര്യങ്ങളും കൊണ്ട് കുറേയൊക്കെ സീറ്റ് നഷ്ടപ്പെട്ട്. അത് എന്നെ ബാധിക്കുന്ന കേസല്ല, അത് ചേട്ടനെ ബാധിക്കുന്ന കേസല്ല. പക്ഷെ ചേട്ടൻ പറഞ്ഞത് കറക്റ്റാ. മേയറിന്റെ ഈ കയ്യിരിപ്പ് കൊണ്ടൊക്കെ തന്നെ പോയത്, മനസ്സിലായില്ലേ? കോർപ്പറേഷൻ അതുകൊണ്ട് തന്നെ പോയത്. എന്തെങ്കിലും ഒരു നല്ലത്
ഇതെനിക്കറിയാൻ പാടില്ല. പ്രിയപ്പെട്ട തിരുവനന്തപുരം നിവാസികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, ഈ ഒരു മേയർ കാരണം എന്തെങ്കിലും നല്ലത് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് നല്ലത് ചെയ്തു തന്നിട്ടുണ്ടോ? എനിക്കറിയാൻ പാടില്ല, സീരിയസ്ലി. കാരണം തിരുവനന്തപുരത്ത് താമസിക്കുന്ന ആളുകൾക്ക് കുറച്ചും കൂടെ പറയാൻ പറ്റുള്ളൂ. ന്യൂസുകാർ പലതും പറയും, മനസ്സിലായില്ലേ, പാർട്ടിക്കാർ പലതും പറയും. പക്ഷെ അവിടെ താമസിക്കുന്ന ജനങ്ങൾ, നിങ്ങൾ പറയണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഈ സ്ത്രീ കാരണം വല്ലതും കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ പറ, താഴെ കമൻറ്റ് ബോക്സിൽ കാണുന്നവരുണ്ടെങ്കിൽ പറയണം. ഇവർ കാരണം നല്ല കാര്യങ്ങൾ സംഭവിച്ചവരൊന്ന് പറഞ്ഞേക്കണം. മോശം കാര്യം സംഭവിച്ച ആരും പറയാൻ വരണ്ട, കാരണം താല്പര്യമില്ല, ഒരുപാട് കാണും. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തു. പക്ഷെ നല്ലത് സംഭവിച്ച ആരെങ്കിലും ഒക്കെ എനിക്ക് തോന്നുന്നില്ല ആർക്കെങ്കിലും ഒക്കെ ഇവർ കാരണം നല്ലത് സംഭവിച്ചിട്ടുണ്ടെന്ന്. ആറ്റുകാലൊക്കെ മൊത്തം വേണ്ട, ഞാൻ പറയുന്നില്ല. നമുക്ക് ബാക്കി ആ പാവം മനുഷ്യൻ കേട്ടല്ലോ, എന്തോ ഞാൻ കാണിച്ച പറ, കൈവച്ച് എങ്ങനെയാ കാണിക്കുന്നത്? എനിക്ക് തോന്നുന്നു പുള്ളി ഒരു സാധാരണക്കാരനാ. പുള്ളിക്ക് അങ്ങനെ വലിയ പരിപാടിയും പിടുത്തമൊന്നും അറിയത്തില്ല, എന്തോ കൈവച്ച് കാണിക്കുന്നത് ഒന്ന് പറഞ്ഞതാന്നൊക്കെയാ പുള്ളി ചോദിക്കുന്നത്. വളരെ നിഷ്കളങ്കത്വം എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ പുള്ളിയുടെ ചോദ്യത്തിലൊക്കെ. നമുക്ക് ബാക്കി കേൾക്കാം. അത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അതുമല്ലാതെ എന്നെ ആദ്യം ജോലി ഓഫർ തന്നത് റോബിൻ എന്ന് പറയുന്ന ആളാണ്. റോബിൻ ബസ്സിൻ്റെ ഉടമസ്ഥതയുള്ള റോബിൻ എന്ന് പറയും. അതും എൻ്റെ അടുത്ത് പറഞ്ഞ KSRTC പറഞ്ഞു വിട്ടതിന് ശേഷം വന്നാൽ മതിയെന്ന് പറഞ്ഞു. പക്ഷേ അത് എന്നെ പറഞ്ഞു വിട്ടിട്ടുമില്ല. ഡിപ്പോയിൽ ഞാൻ ഇന്ന് പോയി തിരക്കുകയാണ്, പറഞ്ഞു വിട്ടിട്ടില്ല. കേസ് പരമായിട്ട് കേസിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ട് കേസിൽ കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞാൽ മാത്രമേ ജോലിക്ക് കയറാൻ പറ്റുള്ളൂ. അതുവരെ പുറത്താണ്, എന്നെ കയറ്റിയിട്ടുമില്ല ഇറക്കിയിട്ടുമില്ല, അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ആ മനുഷ്യൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച്. ഒന്നിക്ക് നീയൊക്കെ അയാളെ കേറ്റ്, മനസ്സിലായില്ലേ? ആര്യയുടെ പ്രിയങ്കരനായിട്ടുള്ള MLA കൂട്ടുകാരനും കൂടെ ഒന്നെങ്കിൽ ആ മനുഷ്യനെ മുച്ചൂടും അങ്ങ് മുടിക്ക്. അയാളെ പണിയെന്നൊക്കെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കിക്കളാ. പുള്ളിക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ ജോലി കിട്ടിയാൽ മനുഷ്യൻ പൊക്കോളും. ഇത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നും പറഞ്ഞാൽ മനുഷ്യനെ ഇട്ട് വലിപ്പിച്ചുകൊണ്ടിരിക്കുക രണ്ടും കൂടെ. എന്തൊരവസ്ഥയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു മേയർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുത്തൻ്റെ ജീവിതം കോഞ്ഞാട്ടയാക്കി വിടുക. എൻ്റെ പൊന്നുമോളെ, നിനക്കൊക്കെ എങ്ങനെ ജനങ്ങളുടെ കാശ് മേടിച്ച് ഇങ്ങനെ വടിച്ച് നക്കാനൊക്കെ പറ്റുന്ന എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ആ പാവപ്പെട്ടവൻ കൂടെ പണിയെടുക്കുന്ന KSRTC എന്നൊക്കെ കിട്ടുന്ന കാശിൽ നിന്നൊക്കെയാണ് മോളെ നീയൊക്കെ നക്കുന്നത്. അങ്ങനെ തന്നെ ഞാൻ പറയും. ഇച്ചിരി റൂഡായാലും കുഴപ്പമില്ല. എനിക്ക് ആ മനുഷ്യൻ്റെ അവസ്ഥ കണ്ടിട്ട് ഭയങ്കര ഒരു വല്ലാത്തൊരവസ്ഥ. അയാൾ വേറെ കുറേ കാര്യങ്ങൾ അയാൾ പറയുന്നുണ്ട്, കുറേ ഞാൻ കയറ്റാത്തത് അതിനകത്ത്, വീഡിയോയ്ക്കകത്ത് കാണിക്കാത്തതാണ്. അപ്പോഴേക്കൊരു കുഞ്ഞു മകനൊക്കെ ഉള്ളൂ, അച്ഛനും അമ്മയൊക്കെ ഇപ്പോഴും ആശുപത്രി കേസും, നമുക്കത് മനസ്സിലാവും. അതുകൊണ്ടാണ് പൈസ ഇല്ലാതെ കിടന്ന് ഓടുന്ന ഓട്ടം. കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ ജോലി ചെറുതും വല്ല പ്രൈവറ്റ് ബസ്സിലും ഒക്കെ പോയി. എന്നാൽ ആ ഓടുന്ന ബസ്സിനും മര്യാദയ്ക്ക് പുള്ളിക്ക് പണിയെടുക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അവിടെയും പുള്ളിക്ക് പണിയാണ്. ആര്യയുടെ ഭർത്താവും അതൊക്കെ എന്താണെന്ന് പുള്ളി പറയുന്നുണ്ട്, നിങ്ങൾ ബാക്കി കേൾക്കേ. ഇപ്പോൾ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ്സിൽ ലീവ് ഓടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. എന്താ വെച്ചാൽ KSRTC ഉള്ളതുകൊണ്ട് എനിക്ക് സ്ഥിരമായിട്ട് പോകാൻ പറ്റൂല. ഒന്നാമത് അച്ഛനും അമ്മയ്ക്കൊക്കെ അസുഖങ്ങളൊക്കെ ഉള്ളതാണ്, പ്രായമായ ആൾക്കാരാണ്, പിന്നെ ഒരു മോനുണ്ട്. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോകാൻ പറ്റുള്ളൂ. ഇവരെയൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കേസ് കാര്യമായിട്ട്. പ്രൈവറ്റ് ബസ് ഓടിക്കൊണ്ടിരുന്ന് 2-3 പ്രാവശ്യം ഓടി സ്ഥിരമായിട്ട് ഒരു ബസ്സിൽ ഓടിക്കൊണ്ടിരുന്നപ്പം അതിനെ ടാർഗറ്റ് ചെയ്ത് പോലീസുകാരായാലും വെഹിക്കിളായാലും ടാർഗറ്റ് ചെയ്ത് ഞാൻ ഓടുന്ന വണ്ടിയെ പിടിപ്പിക്കുകയും, എല്ലാ വണ്ടിയും കറക്റ്റ് സമയത്തല്ലല്ലോ ഓടുന്നത്, അതിൻ്റെ സമയത്തല്ല ഓടണം, മാറ്റിയും തിരിച്ചുമൊക്കെയാണ് ഓടുന്നത് കളക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് തന്നെ ടാർഗറ്റ് ചെയ്ത് പിടിക്കുകയും അങ്ങനെ മുതലാളിമാർ സ്ഥിരം ആ വണ്ടി തരാതിരിക്കുകയും ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ഇപ്പോൾ പൂർണ്ണമായിട്ട് ജോലി ഇല്ലാതെ നിൽക്കുകയാണ്. പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന ഒരു വ്യക്തി പറയുന്നതാണ് നമ്മളിപ്പോൾ ഈ കേട്ടത്. പുള്ളിയുടെ അവസ്ഥ അത് വേറെ. പുള്ളിയായിട്ട് ദ്രോഹിക്കുന്നത് നമ്മുടെ RR രാജേന്ദ്രനും അവരുടെ ഭർത്താവ് MLA പോലീസുകാരും എല്ലാം കൂടെ ചേർന്ന് MPDക്കാരും എല്ലാം കൂടെ ആ മനുഷ്യൻ അയാൾ ഏത് വണ്ടിയിൽ പോകുന്നോ ആ വണ്ടിയെ ടാർഗറ്റ് ചെയ്യുക. ലാസ്റ്റ് വണ്ടിക്കാർ മുതലാളിമാർ പൊക്കോളാനല്ലേ പറയത്തുള്ളൂ, മോനെ നിന്നെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്വസ്ഥതയില്ല, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞാൽ പാവത്തിനെ പറഞ്ഞു വിടും. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച്. പിന്നെ വേറൊരു കാര്യം പുള്ളി പറയുന്നത്, പുള്ളി തന്നെ പറയുന്നത് കേട്ടല്ലോ, ഓപ്പണായിട്ട് പറയുക, ഇന്ന ടൈമാണ് നമുക്ക് ഷെഡ്യൂള്, പക്ഷേ ആ ടൈമിൽ മാത്രം നമുക്ക് ഓടിയിട്ട് കാര്യമില്ല, ചിലപ്പോൾ നമ്മൾ അതിന് മുമ്പും അതിന് പിന്നെയൊക്കെ പോകും. അത് നമ്മുടെ അവസ്ഥ ഗതികേടാണ്. പ്രൈവറ്റ് ബസ്സുകാരുടെ ഒരു സൈഡിൽ കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവസ്ഥയാണ്. കാരണം ഇന്ന് എല്ലാവർക്കും സ്വന്തമായിട്ടുള്ള വണ്ടിയുണ്ട്. സാധാരണക്കാർ വളരെ കുറച്ച് പേരായി പ്രൈവറ്റ് ബസ് ആശ്രയിക്കുന്നത്. ഈ ടൈം കൊടുക്കുമ്പോൾ മാത്രം ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊന്നും കിട്ടത്തില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചില. അതിനെപ്പറ്റിയും പുള്ളി പറഞ്ഞു പോകുന്നുണ്ട്, മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഞാൻ പിന്നെ കൂടുതലൊന്നും അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല. അത് സെപ്പറേറ്റ് വേറൊരു വീഡിയോ എടുത്ത് കംപ്ലീറ്റ്ലി പറയേണ്ടി വരും. കാരണം ഈ ഒരു വീഡിയോ ഒന്നും ഒതുങ്ങത്തില്ല.
പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഈ മനുഷ്യന് യദുവിന് കിട്ടുന്ന പണി ഏത് പ്രൈവറ്റ് ബസ്സിൽ പോയാലും ജീവിക്കാൻ സമ്മതിക്കത്തില്ല. പുള്ളി ഏത് വണ്ടി ഓടിക്കുന്നോ ആ വണ്ടിക്ക് മാത്രം പ്രശ്നം പിടിച്ച് പുറകെ ചെല്ലും. ബാക്കി രാഷ്ട്രീയക്കാരനെ തൊടല്ലേ, ജീവിക്കാൻ പറ്റത്തില്ല, അതാണ് അവസ്ഥ. ഇപ്പം ജോലിയില്ല, സാമ്പത്തികമായിട്ടായാലും ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ആദ്യം അങ്ങനെ ആരും എന്നെ സപ്പോർട്ട് ചെയ്ത് BJP-ക്കാരോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ പോലും എന്നെ സപ്പോർട്ട് ചെയ്യാത്ത അവസ്ഥയാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ പാർട്ടിയിലില്ല, ഒരു പാർട്ടിയിലും ഇല്ല. ഞാൻ ഉണ്ടായിരുന്ന പാർട്ടിയാണ് എന്നെ തള്ളി പറഞ്ഞതും. ഇപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ BJP-ക്കാരനാണ്. പിന്നെ എനിക്കെന്ത് പറയാൻ പറ്റും? എൻ്റെ കാർഡ് നിങ്ങൾക്ക് തന്നതാണ്, അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ആ കാർഡ് കണ്ടിട്ട് മനസ്സിലായല്ലോ ഏത് പാർട്ടി എന്നുള്ള. അങ്ങനെ BJP-ക്കാരനായിരുന്നെങ്കിൽ എനിക്ക് ഇത് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു, അവർ സപ്പോർട്ട് ചെയ്തേനെ. ഇപ്പം ചേട്ടാ ആ പറഞ്ഞതിനോട് ഞാൻ അങ്ങോട്ട് യോജിക്കുന്നില്ല. BJP-ക്കാരനായിരുന്നെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്തേനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല കേട്ടോ, അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുമോ നമുക്കറിയത്തില്ല. പക്ഷെ ചേട്ടൻ ഏത് പാർട്ടിക്കാരനാന്ന് പറഞ്ഞു വന്നതിനകത്തൊന്നും നമുക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മുടെ പിണുമാമൻ്റെ സ്വന്തം പാർട്ടി, നമ്മുടെ സ്വന്തം പാർട്ടി തള്ളി പറഞ്ഞിരിക്കും, ഉറപ്പായിട്ടും തള്ളി പറഞ്ഞിരിക്കും. മനസ്സിലായ? പറഞ്ഞിരിക്കും. അകത്ത് വെച്ചാൽ മതി കമ്മ്യൂണിസം എന്ന് പറയുന്ന സാധനം. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് കമ്മ്യൂണിസത്തിനെതിരാണ്. മനസ്സിലായില്ലേ? അത് കമ്മികളുടെ കമ്മാൻ വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടി. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്കണേ. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. പിന്നെ BJP-ക്കാരുടെ എല്ലാ പാർട്ടി അവനവരുടെ ഈ പാർട്ടിയുടെ അകത്തുള്ള മേളിലിരിക്കുന്ന തലതട്ടപ്പന്മാരില്ലേ, അവന്മാരുടെ കീശ വീർക്കാനായിട്ട് കൂടെ നിൽക്കുന്നവന്മാരെ ഇങ്ങനെ തലോടി ഇടയ്ക്ക് ഓരോ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്ത് വളർത്തും. അതാണ് എന്നെ സംബന്ധിച്ചിന്ന്. സാധാരണക്കാരൻ നല്ലൊരു പ്രവർത്തകന് ഒരു മാങ്ങാണ്ടിയും കിട്ടത്തില്ല. മനസ്സിലായോ? ഒരു മാങ്ങാണ്ടിയും കിട്ടത്തില്ല. ബാക്കി കാണാം. മെമ്മറി കാർഡിൻ്റെ കേസ് കണ്ടക്ടർ ഈ ബസ്സിൽ ഇരുന്നുകൊണ്ട് പല ആൾക്കാരെയും വിളിച്ചെന്ന് പറഞ്ഞിട്ട് പറയുന്നതേ കേട്ടിട്ടുള്ളൂ, എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, റഹീമിനെ വിളിച്ച് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. മെമ്മറി കാർഡ് ഇളക്കി മാറ്റാൻ കണ്ടക്ടർ സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ ആ സമയത്ത് മൊത്തവും കണ്ടക്ടറാണ് വണ്ടിയിലുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു സാധ്യതയാണ്. അത് കഴിഞ്ഞിട്ട് ആരൊക്കെ വന്നിട്ടുണ്ട് പോയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടുത്തെ ക്യാമറ ചെക്ക് ചെയ്താലേ അറിയുള്ളൂ. അതിനുശേഷം വണ്ടി അതൊന്നും വന്നിട്ടില്ല, പുറത്ത് വന്നിട്ടില്ല. എൻ്റെ ഭാഗത്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ആംഗ്യം കാണിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്രയും മെമ്മറി കാർഡ് എവിടെ പോകും? അങ്ങനെ ഒരു ആംഗ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ മെമ്മറി കാർഡ് വണ്ടിക്കകത്ത് കാണണ്ടേ? എന്നെ ഫേസ് ചെയ്ത് ഒരു ക്യാമറ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആ ബസ്സിനെ നിങ്ങൾ ഈ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ബസ്സും കൂടെ ഒന്ന് റിപ്പോർട്ട് ചെയ്താൽ കൊള്ളായിരുന്നു. കൈ വെളിയിടാൻ പറ്റാത്ത ബസ്സാണ് അത്, ഒന്നാമത്തെ ബസ്. അതുമല്ലാതെ ഈ ബോണറ്റിൻ്റെ പുറത്ത്, ഇതേപോലെ വണ്ടിയുടെ ബോണറ്റിൻ്റെ പുറത്ത് ഒരു ക്യാമറ, എൻ്റെ തലയ്ക്ക് മീതെ നിന്ന്, അതായത് കണ്ടക്ടർ സീറ്റ് തൊട്ട് ഫ്രണ്ടിലെ കണ്ടക്ടർ സീറ്റുണ്ട് അത് തൊട്ട് ലാസ്റ്റ് വരെ കിട്ടുന്ന ഒരു ക്യാമറ, 2, ഏറ്റവും ബാക്കിൽ റിവേഴ്സിൻ്റെ അവിടെ ഒരു ക്യാമറ ഉണ്ട്, 3. അപ്പോൾ ഇത് ഇവർ വണ്ടിയുടെ ബാക്കിൽ കിടന്ന് കാണിച്ചതും ഫ്രണ്ടിൽ കിടന്ന് കാണിച്ചതും വണ്ടിക്ക് അകത്ത് കയറി സച്ചിൻ ദേവ് കാണിച്ചതും എല്ലാം ഈ ക്യാമറയിൽ റെക്കോർഡാണ്. അപ്പോൾ മെമ്മറി കാർഡ് ഊരി എടുത്തു കഴിഞ്ഞാൽ ആർക്കാണ് ഉപയോഗം എന്നുള്ള സാമാന്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവും ചേട്ടാ അത്. പക്ഷേ അത് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാക്കും എന്ന് മനസ്സിലാക്കാനുള്ളൊരു ബോധം നമ്മുടെ ആര്യയ്ക്കും ആര്യയുടെ ഭർത്താവിനും ഇല്ലാതെ ആയിപ്പോയി. അതാണ് ഇവിടെ പണി കിട്ടിയത്. മനസ്സിലായില്ലേ? ആ മെമ്മറി കാർഡ് പോയാൽ അതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം, ഒറ്റ ഗുണമെന്നല്ല, ഏറ്റവും വലിയ ഗുണം ആര്യയ്ക്കും ഭർത്താവിനും തന്നെ. കാരണം അവരാ വണ്ടി ഇവരുടെ ഫ്രണ്ടിൽ കിടന്ന് ഈ യദുചേട്ടൻ ബസ്സിലിട്ടങ്ങ് എന്തൊക്കെയോ കാണിച്ചു, കൈവച്ച് കാണിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇവരെന്താണ് കാണിച്ചതെന്നും പറഞ്ഞതെന്നും ഒന്നും ആർക്കും അറിയാൻ പാടില്ല. ഇവർ കാണിച്ചതും പറഞ്ഞതും ബസ്സിനകത്ത് കയറി തെറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും, ഇനി കൈ വെച്ചിട്ടുണ്ടെങ്കിൽ അതും, ഇയാള് ഈ യദു കൈകൊണ്ടെന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെന്ന് ഇവർ പറയുന്നുണ്ടല്ലോ, അതുപോലും ആ ക്യാമറയെ കാണും. ഇവർ ഈ വലിയ ഡയലോഗുകൾ, മേയറാണ്, MLA ആണ്, വലിയ ടീമുകളാണ് എന്നുള്ളൊരിതിൽ വെച്ചോണ്ട് തെളിവൊന്നും വേണ്ട, നമ്മൾ പറയുന്ന കോടതി അങ്ങ് വിശ്വസിച്ചാൽ മതി. ആ മൂഡ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നടക്കുമെന്നാണ് വിചാരിച്ചേ. പക്ഷേ പോയി, കയ്യിൽ നിന്നെല്ലാം പോയി. തെളിവുകൾ ചോദിച്ചപ്പോൾ ഇവിടുമാർ ഈ ആര്യ പറയുന്നതിനും തെളിവില്ല, ഏത് പറയുന്നതിനും ഇപ്പം തെളിവില്ല. പക്ഷേ ഇതിനത് പ്രൂവ് ചെയ്യണം. അവൻ്റെ ജീവിതം വെച്ചാണ് കളിച്ചത്. മനസ്സിലായില്ലേ? അവൻ ചോദിക്കുന്ന വളരെ കറക്റ്റായിട്ടുള്ളൊരു ചോദ്യമല്ല. അവൻ വിളിക്കാൻ പാടില്ല, ആ ചേട്ടൻ എന്നെക്കാട്ടിലും പ്രായമുണ്ട്, ഐ എം സോറി. ആ ചേട്ടൻ ചോദിക്കുന്നതിനകത്ത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമില്ല. ഇവിടെ മെമ്മറി കാർഡ് പോയി കഴിഞ്ഞാൽ ആർക്കാ ഗുണം? മേയർക്ക്. അത്രേ ഉള്ളൂ.
അതുകൊണ്ടാണ് ആ വണ്ടിയിലുണ്ടായിരുന്ന പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന KSRTC ഡ്രൈവർ അല്ല കണ്ടക്ടർ, നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ ചേട്ടനൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ചേട്ടൻ എടുത്ത് കൊടുക്കും. രാഷ്ട്രീയ പ്രവർത്തകരാ, മനസ്സിലായില്ലേ, എന്തും കാണിക്കും എന്നുള്ളൊരു പേടിയിൽ പുള്ളി കൊടുത്തിട്ടുണ്ടായിരിക്കും. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അല്ലാതെ എവിടെ പോയി കാക്ക ഒത്തിക്കൊണ്ട് പോയാ? ക്യാമറയുടെയൊക്കെ മെമ്മറി കാർഡ് എങ്ങനെ കാക്ക ഒത്തിക്കൊണ്ട് പോയാ ബസ്സിനകത്തു നിന്ന്? ഇല്ല. അകത്ത് കയറി നമ്മുടെ സച്ചിൻ ചേട്ടൻ അങ്ങോട്ട് അഴിഞ്ഞാട്ടിയില്ലേ, ഫോട്ടോ എടുക്കരുത്, മാറതിൻ്റെ ഫോട്ടോയും ക്യാമറയും എല്ലാം ആ മോഡാ സച്ചിൻ ചേട്ടൻ, മനസ്സിലായോ? ഇപ്പോഴും നമ്മളൊക്കെ ഇവിടെ നിന്ന് പറയത്തേ ഉള്ളൂ. ഇവനൊക്കെ ശരിക്കും അനുഭവിക്കണമെങ്കിൽ ഇവനൊന്നും ഇനിയൊരു പഞ്ചായത്ത് മെമ്പർ പോലും ആവരുത്. ആര്യ രാജേന്ദ്രൻ്റെ കാര്യം ഗോപി, മനസ്സിലായില്ലേ? എങ്ങും ഇനി ഒരു തേങ്ങ ആവത്തില്ല. ആളുകൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട് ഈ യുവത്വം തുളമ്പുന്നവൾ കയറി വന്നിട്ട് ഒരു മാങ്ങാണ്ടി ഉണ്ടാക്കത്തില്ലെന്ന്. മാക്സിമം യുവത്വത്തോടെ കൈയിട്ട് വാരി കൊണ്ടുപോകത്തേ ഉള്ളൂ. പിന്നെ ഇതുപോലുള്ള പാവങ്ങളുടെ വയറ്റത്തടിക്കത്തേ ഉള്ളൂ. മനസ്സിലായോ? കുറച്ചും കൂടെ നമുക്കൊന്ന് കാണാം, മനസ്സിലാവും. എന്നിട്ട് അന്ന് എന്നെ പ്രതിയാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിച്ചു. ഞാൻ മെമ്മറി കാർഡ് ഊരിയെടുത്തത്. എന്നെ 10:30 പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എന്നെ പിറ്റേ ദിവസം രാവിലെ ഒരു 2:30 രാത്രി, അന്നേ ദിവസം രാവിലെ 2:30 വണ്ടി ഇവിടെ നിന്ന് സർവീസ് പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു മനുഷ്യനാണ് ഞാൻ, എനിക്കും കുടുംബമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. വണ്ടി അന്നേ ദിവസം വണ്ടി സർവീസിന് പോയിട്ട് അന്ന് രാത്രി വണ്ടി ഇവിടെ തിരുവനന്തപുരത്ത് എത്തുകയാണ് 10 മണിക്ക്. തിരുവനന്തപുരത്തെത്തി എന്നെ 10 മണിക്ക് 10:30 സ്റ്റേഷനിൽ കൊണ്ടെത്തിച്ചു. പിറ്റേ ദിവസം 10:30 രാവിലെ വരെ എന്നെ സ്റ്റേഷനിൽ ഒരു കസേര ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യനായിട്ടുള്ള ഒരാൾ നിങ്ങളിരിക്കുമോ ഇത്രയും സമയം? വണ്ടി ഓടിച്ച് ഇത്രയും ക്ഷീണിച്ചിരുന്നിട്ട് ഒരു വെള്ളം പോലും തന്നിട്ടില്ല കൺട്രോൾമെൻറ്റ് സ്റ്റേഷനിൽ. ആ മനുഷ്യൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചേ. അന്ന് പിടിച്ചുകൊണ്ട് പോയിട്ട് അടുത്ത ദിവസം അതേ സമയത്തെയാണ് പുള്ളി വിടുന്നത്. അതായത് തലേദിവസം വൈകിട്ട് 10 മണിക്ക് എങ്ങാണ്ട് കൊണ്ടുപോയിട്ട് അടുത്ത ദിവസം രാവിലെ 10 മണിക്ക്. അത്രയും നേരം പച്ച വെള്ളം കൊടുക്കാതെ ആ മനുഷ്യനെ ഇരുത്തി. ഒന്ന് ആലോചിച്ച് നോക്ക്. ആര്യ രാജേന്ദ്ര ഭർത്താവ് MLA സച്ചിൻ ദേവേ അണ്ണാക്കി കിട്ടണം നിനക്ക് രണ്ടിനും എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. മനസ്സിലായില്ലേ? രണ്ടിനും കിട്ടണം. ഇവിടുത്തെ കോടതിയോടൊക്കെ ജനങ്ങൾക്ക് വിശ്വാസം കുറച്ചെങ്കിലും വരണമെങ്കിൽ ഇതുപോലുള്ള ജനങ്ങളുടെ നിന്ന് കാശ് പിഴുകി അതുകൊണ്ട് ജീവിക്കുന്ന ഇതുപോലുള്ള മാറിയ രാഷ്ട്രീയ പ്രവർത്തകരുടെ അണ്ണാക്കിൽ കൊടുക്കണം. മനസ്സിലായോ? അണ്ണാക്കിൽ. അങ്ങനെയാണെങ്കിൽ കോടതിയുടെ മുമ്പിൽ വന്ന് ജനങ്ങൾ കൈകൊട്ടും. ഇതുപോലുള്ള പാവപ്പെട്ടവനൊക്കെ നീതി കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞു മൊത്തം. എൻ്റെ അഭിപ്രായം മാത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ ബിയോണ്ട്.